പോലീസ് വണ്ടി ദൂരേക്ക് മറഞ്ഞപ്പോൾ ശങ്കരൻ മാഷ് മക്കളെ അരികിലേക്ക് വിളിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരേ സമയം അത്ഭുതവും സങ്കടവും മിന്നിമറയുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ, രുദ്ര, എന്തിനായിരുന്നു മോനെ ഈ ഒരു ദിവസം തന്നെ ഇതിനായി തിരഞ്ഞെടുത്തത്? ഒരു നിശ്ചയം നടക്കേണ്ടിയിരുന്ന പന്തലിൽ വെച്ച് തന്നെ ഇതെല്ലാം ചെയ്യണമായിരുന്നു. അമ്മയുടെ ശബ്ദത്തിൽ ഒരു നേർത്ത വിറയലുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അമ്മയുടെ കൈകൾ മെല്ലെ ചേർത്ത് പിടിച്ചു. അവൻ്റെ മുഖത്ത് ഇപ്പോൾ ആ പഴയ ഗൗരവമില്ലായിരുന്നു. പകരം മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അമ്മേ, ഒരു പെൺകുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവൾ എൻ്റെ സ്റ്റുഡൻ്റാണ്. ഈ നാട്ടുകാരി തന്നെയാണ്. അവൾക്കും അവളുടെ കുടുംബത്തിനും വിശ്വനാഥിൽ നിന്ന് ഒരുപാട് മുറിവുകൾ ഏറ്റിട്ടുണ്ട്. അധർമ്മം നിറഞ്ഞ ഈ പന്തലിൽ നിന്ന് നീതിയുടെ പുതിയൊരു തുടക്കം കുറിക്കാനാണ് ഞാനും ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തത്. സിദ്ധാർത്ഥിന്റെ വാക്കുകൾ കേട്ട് അമ്മ അത്ഭുതത്തോടെ രുദ്രനെ നോക്കി. രുദ്രന്റെ മുഖത്തും ആ വിജയച്ചിരി ഉണ്ടായിരുന്നു. ശ്വേതയെ പോലീസ് കൊണ്ടുപോയതിൽ അവർക്ക് ലേശം പോലും ദുഃഖമേ തോന്നിയില്ല. കാരണം ചതിയുടെയും അഹങ്കാരത്തിന്റെയും ആ മുഖംമൂടി അഴിഞ്ഞു വീഴേണ്ടത് തന്നെയാണെന്ന് കാലത്തിനും ആവശ്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആരുടെ മോളാണ് സിദ്ധു അത്? ഈ നാട്ടുകാരെ എല്ലാവരും ഇപ്പോഴുണ്ടായ കാര്യങ്ങൾ അറിഞ്ഞു കാണില്ലേ? അവർ നമ്മളെ എങ്ങനെ സ്വീകരിക്കും? അമ്മയുടെ ആശങ്കയോടുള്ള ചോദ്യത്തിന് സിദ്ധാർത്ഥ് മറുപടി നൽകിയത് ആത്മവിശ്വാസത്തോടെയാണ്. അമ്മയും അച്ഛയും എൻ്റെ കൂടെ വരണം, കാറിൽ കയറണം. അവർ രണ്ടുപേരും ആ ആഡംബര കാറിലേക്ക് കയറി. അതൊന്നും സാരമില്ല അമ്മേ, സത്യമെന്താണെന്ന് അവർക്കറിയാം. മുറ്റത്തെ ആഡംബര പന്തലിൽ സിദ്ധാർത്ഥും കുടുംബവും നീതി നടപ്പിലാക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ വിധി മറ്റൊന്നാണ് കരുതിവെച്ചിരുന്നത്. ഓറഞ്ച് നിറത്തിലുള്ള ലഹങ്കയിൽ മുല്ലച്ചൂടി അതീവ സുന്ദരിയായി അനഘ നിശ്ചയപന്തലിൽ ഇരിക്കുകയാണ്. കണ്ണുകളിൽ 1000 സ്വപ്നങ്ങളും ചുണ്ടിൽ നാണം കലർന്നൊരു പുഞ്ചിരിയുമായി അവൾ അതിഥികളെ കാത്തിരുന്നു. നിശ്ചയമായ നിമിഷങ്ങൾ പെട്ടെന്നാണ് ആ വാർത്ത കാറ്റുപോലെ പന്തലിൽ പടർന്നത്. ഒരാൾ കിതച്ചുകൊണ്ട് ഓടിവന്ന് അനഘയുടെ അച്ഛനോട് നടുക്കത്തോടെ സത്യം വിളിച്ചു പറയുന്നു. ചെക്കനെയും കൂട്ടരെയും കാണാനില്ല. അവർ വണ്ടി തിരിച്ചു പോയി എന്നാണ് കേൾക്കുന്നത്. അവർ ഈ നാട് വിട്ട് എങ്ങോട്ടോ പോയി. ആ വാക്കുകൾ ഒരു ഇടത്തി പോലെയാണ് അവിടെ പതിച്ചത്. അത് കേട്ടതും അനഘയുടെ അമ്മ സാവിത്രി നെഞ്ചത്ത് കൈവച്ച് നിലവിളിച്ചു പോയി. എൻ്റെ ദൈവമേ, ഇതെന്തൊരു ചതിയാണ്! നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എൻ്റെ മോളെ ഇങ്ങനെ നാണം കെടുത്തണമുണ്ടായിരുന്നു അവർക്ക്. അവനും ഇഷ്ടപ്പെട്ടല്ലേ വന്നത്? പിന്നെന്തു പറ്റി? അവരുടെ നിലവിളി ആ പന്തലിൽ ഐശ്വര്യം കെടുത്തിക്കളഞ്ഞു. അനഘയുടെ അച്ഛൻ തളർച്ചയോടെ മകളെ ഒന്ന് നോക്കി. ഒരുങ്ങി നിൽക്കുന്ന മകളുടെ ആ മുഖം കാണാൻ അദ്ദേഹത്തിന് കരുത്തുണ്ടായില്ല. പന്തലിൽ കൂടി നിന്നവർക്കിടയിൽ അടക്കം പറച്ചിലുകൾ ഉയർന്നു. അപമാനഭാരത്താൽ അനഘയുടെ ശിരസ്സും താഴ്ന്നുപോയി. നിലവിളികൾക്കും ബഹളങ്ങൾക്കുമിടയിൽ അനഘയുടെ മനസ്സിൽ സിദ്ധാർത്ഥിന്റെ വാക്കുകൾ മുഴങ്ങി. നിന്റെ നീയൽ പോലെ ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ആ വാക്കുകൾ ഇപ്പോൾ അവളുടെ കാതുകളിൽ തേൻമഴ പോലെ പെയ്തിറങ്ങിയത്. പുറത്തെ ആളുകൾ നിശ്ചയം മുടങ്ങിയതിനെക്കുറിച്ച് വേവലാതിപ്പെടുമ്പോഴും അനഘയുടെ ഉള്ളിൽ ഒരു ചെറിയ പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് മാഷ് തന്നെ തേടി വരുമെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ആ നിമിഷം ദൂരെ നിന്ന് ഒരു കാറിന്റെ ശബ്ദം കേട്ടു. എല്ലാവരും ആകാംക്ഷയുടെ ഗേറ്റിലേക്ക് നോക്കി. അനഘയുടെ വീടിന്റെ ശാന്തമായ അന്തരീക്ഷം പെട്ടെന്നാണ് ആഡംബരമായ കാറുകൾ ഇരമ്പൽ തകർന്നത്. കറുത്ത നിറത്തിലുള്ള വലിയ വാഹനങ്ങൾ മുറ്റത്ത് വന്ന് നിന്നപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ രാഘവൻ തരിച്ചു നിന്നുപോയി. കാറിൽ നിന്നും പുറത്തിറങ്ങി സിദ്ധാർത്ഥിന്റെ ഒപ്പം രുദ്രനെയും കണ്ടപ്പോൾ രാഘവന്റെ നെഞ്ചിൽ ദേഷ്യം വിറച്ചു കയറി. അയാൾ കണ്ണുകൾ അഗ്നി പോലെ ജ്വലിച്ചു. എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? രാഘവന്റെ ശബ്ദം നിയന്ത്രണം വിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് തെല്ലും ഭയമില്ലാതെ മുന്നോട്ട് വന്നു. അയാൾ രാഘവന്റെ കണ്ണിലേക്ക് നേരിട്ട് നോക്കി ശാന്തനായി പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. രാഘവന്റെ കൂടെ നിന്ന രഘുറാം, രാഘവന്റെ അനിയൻ, പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവരോടായി ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു തമാശയാണല്ലേ നിങ്ങൾക്ക്? അവിടെ കേസ് കൊടുത്ത് ആളെയും വിളിച്ചുകൂട്ടി നിശ്ചയം നടത്താൻ പന്തലിട്ട് നിൽക്കുന്ന ഇപ്പോൾ ഇവിടെ നിന്ന് പെണ്ണിനെ വന്ന് ചോദിക്കുന്നത്? അപ്പോഴാണ് ശങ്കരൻ മാഷ് അതിലേക്ക് ഇടപെടുന്നത്. പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് പോലെ അയാൾ വീണ്ടും പറഞ്ഞു. രാഘവ, എൻ്റെ മകനും നിന്റെ മകളും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. അവർ ഒന്നിക്കുകയാണെങ്കിൽ അത് തന്നെയല്ലേ നല്ലത്? ഒന്ന് ആലോചിച്ച് നോക്കുന്നേ. ഓ, ഒടുവിൽ എൻ്റെ മകളെ തന്നെ നിന്റെ മകന് വേണം അല്ലേ?
രാഘവന്റെ വാക്കുകൾ പരിഹാസം കനത്തു. അവിടെയെല്ലാം ഉറപ്പിച്ചിട്ട് ഇപ്പോൾ ഈ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് വരുന്നത് സ്നേഹം കൊണ്ടൊന്നുമല്ലെന്ന് എനിക്കറിയാം. സിദ്ധാർത്ഥ് വിട്ടുകൊടുക്കാനും തയ്യാറായില്ല. അത് കേട്ടപ്പോൾ, നിങ്ങൾ കരുതും പോലെ നിങ്ങളെ പാവപ്പെട്ടവരായി കണ്ടതുകൊണ്ടല്ല ഞങ്ങൾ വൈകിയത്. അച്ഛനും വിശ്വനാഥനുമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ടെൻഷനിൽ അച്ഛൻ ഹോസ്പിറ്റലായതും കാര്യങ്ങൾ കൈവിട്ടു പോയതും. നിങ്ങൾക്ക് വേണമെങ്കിൽ അനഘയോട് തന്നെ ചോദിക്കാം, അവൾക്കും എന്നെ ഇഷ്ടമാണോ എന്ന്. രാഘവന്റെ ദേഷ്യം അടങ്ങിയിട്ടില്ലെങ്കിലും സാവിത്രി പതുക്കെ അയാളുടെ അരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു. ഒരു അമ്മയുടെ ഉത്കണ്ഠയോടെ അവൾ രാഘവനോട് മന്ത്രിച്ചു. ഏട്ടാ, ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മളുടെ മോളുടെ ഭാവിയാണ് നമുക്ക് വലുത്. നാളെ ഇവൾ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇത്? പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, മാഷിന്റെ രണ്ടാമത്തെ മകൻ ഒരു IPS ഓഫീസറാണ്. അവൻ വിചാരിച്ചാൽ ഇല്ലാത്ത കള്ളക്കഥകൾ ഉണ്ടാക്കി നമ്മൾ ജയിലിലാക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. നമ്മൾ അകത്തായാൽ പിന്നെ നമ്മുടെ മോളുടെ ജീവിതം എന്നേക്കുമായി നശിക്കില്ലേ? സാവിത്രിയുടെ വാക്കുകൾ കേട്ട് രാഘവന്റെ ഉള്ളിൽ ഒരു തീക്കനലായി വീണു. മകളുടെ ഭാവിയും തങ്ങളുടെ അഭിമാനവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നു അയാളുടെ മനസ്സിൽ അപ്പോൾ നടന്നിരുന്നത്. മുറ്റത്തെ ബഹളം കേട്ട് അനഘ അകത്തു നിന്നും ഇറങ്ങി വന്നത്. ഓറഞ്ച് നിറത്തിലുള്ള ലഹങ്കയിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. പക്ഷെ അവളുടെ മുഖത്ത് പരിഭ്രമമായിരുന്നു നീലിച്ചിരുന്നത്. മുറ്റത്ത് നിൽക്കുന്ന സിദ്ധാർത്ഥിനെയും സംഘത്തെയും കണ്ടപ്പോൾ അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. സിദ്ധാർത്ഥ് സർ, അവൾ അറിയാതെ വിളിച്ചുപോയി. അപ്പോ ശ്വേതയോ? ആ നിശ്ചയം എന്തായി? അനഘയുടെ വാക്കുകൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞു തീരും മുൻപേ അവളുടെ അനിയത്തി ആര്യ ഫോണുമായി അങ്ങോട്ട് ഓടി വന്നു. ചേച്ചി, ഇത് നോക്ക്. ഫോൺ സ്ക്രീനിൽ മിന്നിമറയുന്ന വാർത്താ ദൃശ്യങ്ങൾ കണ്ട് എല്ലാവരും സ്തംഭരായി. വിശ്വനാഥനെയും മകൾ ശ്വേതയും പോലീസ് വിലങ്ങണിയിച്ച് ജീപ്പിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളായിരുന്നത്. 10 വർഷമായി വിശ്വനാഥൻ നടത്തിവരുന്ന കള്ളപ്പണ ഇടപാടുകളും ബിസിനസ്സും ചതികളും പുറത്തു വന്നിരിക്കുന്നു. അതിലുപരി ശങ്കരൻ മാഷിൽ നിന്ന് തട്ടിയെടുത്ത 50 ഏക്കർ ഭൂമി ഉടൻ തന്നെ അദ്ദേഹത്തിന് തിരിച്ചു നൽകണമെന്ന് കോടതി ഉത്തരവും വാർത്തയിൽ സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. തല താഴ്ത്തി നിൽക്കുന്ന ശ്വേതയെ കണ്ടപ്പോൾ അനഘയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ട് സാവിത്രിയും ഇടപെട്ടു. എന്തിനാ മോളെ നീ ഇങ്ങനെ കണ്ണു നിറയ്ക്കുന്നത്? അവർക്ക് കിട്ടേണ്ടത് ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ. ദൈവമുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ? സാവിത്രിയുടെ വാക്കുകൾ കേട്ട് രാഘവന്റെ മനസ്സ് അലിഞ്ഞുപോയി. സിദ്ധാർത്ഥിനും കുടുംബത്തിനോടുള്ള ദേഷ്യം പതുക്കെ കെട്ടടങ്ങി. അദ്ദേഹം രുദ്രനെ നോക്കിക്കൊണ്ട് ഒന്ന് തലയാട്ടി. അതൊരു സമ്മതമായിരുന്നു. അതാണ് പറയുന്നത്, ആർക്ക് ആരെയോ വിധിച്ചത് എന്ന് അത് അവരിലേക്ക് തന്നെ വന്നു ചേരും. ശങ്കരൻ മാഷ് പുഞ്ചിരിയോടെ പറഞ്ഞു. അനഘയുടെ കണ്ണുനീരുടലും ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ഹാവൂ, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എൻ്റെ ചേച്ചി നേറി നേറി കഴിയുന്നത് കാണാനുള്ള പ്രാപ്തി എനിക്കില്ലായിരുന്നു. ആര്യ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. എന്നാൽ ആ സന്തോഷ വാർത്തയിലും കൂടി നിന്ന് നാട്ടുകാർക്കിടയിൽ ചില അടക്കം പറച്ചിലുകളുമായിരുന്നു. അല്ല, അപ്പോൾ അഭിരാമും കുടുംബവും എവിടെ പോയി? അവരെ ഇവിടെയെങ്ങും കാണാനില്ലല്ലോ, ഒരാൾ ഉച്ചത്തിൽ ചോദിച്ചു. ആ ചോദ്യം കേട്ടതും രുദ്രൻ സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി.